നമസ്കാരം. കേരള PSC കാറ്റഗറി നമ്പർ 360/2025 ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയും ഉടൻ തന്നെ വിജ്ഞാപനം പ്രതീക്ഷിക്കുന്ന മെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടിയും ചെയ്യുന്ന ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. വളരെ ദൈർഘ്യം കുറഞ്ഞ ഒരു വീഡിയോ ആണ്. പക്ഷേ ഈ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് വീഡിയോയിലോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, കേരള PSC നടത്തുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പോലുള്ള ഫോഴ്സിലോട്ടുള്ള പരീക്ഷകൾ എഴുതി ജയിക്കുന്നതിന് ഒരു ഉദ്യോഗാർത്ഥിക്ക് എത്ര സമയം വേണം സാറേ എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും 3 മാസം മതി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്നെ പരിഹസിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു 3 മാസം കൊണ്ട് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ രണ്ടുപേരും 2 വഴിക്കാണ് ചിന്തിക്കുന്നത് അല്ലേ? 3 മാസം കൊണ്ട് സാധ്യമല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു 3 മാസം കൊണ്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം ചിന്തകളിൽ നമ്മൾ തമ്മിൽ ഉണ്ടായത്? ഈ പരീക്ഷയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ എനിക്കുണ്ട്. ഈ പരീക്ഷയ്ക്ക് 100 ചോദ്യങ്ങളുണ്ടാവും. ആ 100 ചോദ്യങ്ങൾ ഏതൊക്കെയായിരിക്കും, ഏതൊക്കെ ഭാഗത്തു നിന്നായിരിക്കും? ആ 100 ചോദ്യങ്ങളിൽ എനിക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നത് ഏത് തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും, എനിക്ക് ഉത്തരം എഴുതാൻ പറ്റാത്തത് ഏത് തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും, ഏത് ഭാഗത്തു നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ ഈ പരീക്ഷയ്ക്ക് ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ചുള്ള എൻ്റെ അറിവും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ അറിവില്ലായ്മയുമാണ് ഈ പറഞ്ഞ വ്യത്യാസം, ചിന്തകളിലെ ഈ വ്യത്യാസത്തിന് പിന്നിലുള്ള കാരണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ വിചാരിക്കണമെങ്കിൽ എവിടെ എത്തണം? എന്നെ പോലെ ഈ പരീക്ഷയുടെ ടോട്ടാലിറ്റിയെ കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങളിലോട്ട് എത്തണം. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, ഇത് നിങ്ങൾ ശ്രദ്ധയോടൊന്ന് കേട്ടു നോക്ക്. ഈ പരീക്ഷയുടെ സിലബസ് നോക്കിക്കോ. മാത്സ് മെന്റൽ എബിലിറ്റി ഭാഗത്തുനിന്ന് ഈ പരീക്ഷയ്ക്കുള്ളത് 10 മാർക്കാണ്. ജനറൽ ഇംഗ്ലീഷ് ഭാഗത്തുനിന്ന് ഈ പരീക്ഷയ്ക്കുള്ളത് 10 മാർക്കാണ്. അതുപോലെ റീജിയണൽ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷ മലയാളം 10 മാർക്കാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് ഇവിടെയുള്ളത് 10 മാർക്കാണ്. അപ്പൊ മൊത്തം എത്ര മാർക്കായി? 40 മാർക്കായി അല്ലെ? ഇനി അത് കഴിഞ്ഞിട്ട് ജനറൽ സയൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം, അവിടെ ഉള്ളത് 10 മാർക്കാണ്, 50 മാർക്കായി. ഇനി അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞൊരു ഭാഗം, അവിടെ ഉള്ളത് 20 മാർക്കാണ്, 20 മാർക്ക്. പിന്നെ ഉള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്ക്. ഇപ്പൊ എത്ര മാർക്കായി നോക്ക്? 78. നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ അല്ലെ? മാത്സ് ഉണ്ട്, മലയാളമുണ്ട്, ഇംഗ്ലീഷ് ഉണ്ട് എന്ന് പറഞ്ഞാൽ 30 മാർക്കുണ്ട്. എന്ന് പറഞ്ഞാൽ 30 മാർക്കുണ്ട്. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 10 മാർക്ക്. അപ്പൊ മൊത്തം 40 മാർക്കായി. അപ്പൊ നിങ്ങൾ ആദ്യം ശ്രദ്ധ കൊടുക്കേണ്ടത് ഏത് ഭാഗമാണ്? നിങ്ങൾ ഇന്നുവരെ ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു ഭാഗം. അവിടെ എത്രത്തോളം ജ്ഞാനം ഉണ്ടാക്കുമോ അത്രത്തോളം നിങ്ങളുടെ സ്കോർ ഉയർന്നുകൊണ്ടിരിക്കും. അല്ല, ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും പെടാപ്പാട് പെട്ടതുകൊണ്ട് നിങ്ങളുടെ സ്കോർ ഉയരാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ ഏത് ഭാഗത്ത് ഏറ്റവും ബേസ്മെന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാത്സ്, ജനറൽ ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ്, അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കറണ്ട് അഫയേഴ്സ്. ഈ പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. 10 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ 40 മാർക്കായി. ജനറൽ സയൻസ് വർത്താണ്. ജനറൽ സയൻസ് പഠിക്കുന്നത് വർത്താണ്. PSC നടത്തുന്ന ഏത് പരീക്ഷയ്ക്കും ജനറൽ സയൻസ് ഉണ്ട്. ഇവിടെ 10 മാർക്കിനാണ് കൊടുത്തിരിക്കുന്നത്. ചില പരീക്ഷകൾക്ക് 12 മാർക്കാണ്. നിങ്ങളൊന്ന് ഉത്സാഹിച്ച് അതിൻ്റെ സിലബസിനനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം കൊണ്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് നോക്കി തീർക്കാനായിട്ട് പറ്റും. ആ ധാരണ മതി നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ. ശരി, അപ്പോൾ അത്രയായപ്പോൾ 40 മാർക്കായി. ഇനി അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ടോപ്പിക് എത്ര? 20 മാർക്ക്. കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര? 8 മാർക്ക്. മൊത്തം എത്ര മാർക്കായി? 78 മാർക്കായി. ബാക്കി ഇനി എന്തൊക്കെയോ ഉണ്ട്, അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ ഈ പരീക്ഷ ജയിക്കും.
അപ്പോൾ ബാക്കി 78 കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളത് 22 മാർക്കാണ്. നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് പഠിക്കാനാണ്? ആ 22 മാർക്കിനുള്ള കാര്യങ്ങൾ പഠിക്കാനാണ്. ആ 22 മാർക്കിൽ ഒരു 10 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടത്തുമില്ല. കാരണം ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു 12 മാർക്ക് കിട്ടും. നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഈ പറഞ്ഞൊരു 30 മാർക്ക് കൂടുതൽ കിട്ടത്തില്ല. നിങ്ങൾ പരീക്ഷ തോറ്റുപോകും. അതേസമയം നിങ്ങൾ ഈ ഭാഗത്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു 50 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അവിടെ നമ്മൾ ഇതുവരെ പറയാത്ത 22 മാർക്കിന്റെ ഭാഗത്തുള്ള ചില കാര്യങ്ങൾ, അത് നിങ്ങൾ ആൾറെഡി കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അതുകൂടെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഒരു 10-60 മാർക്കിലോട്ട് കൊണ്ടുവരാൻ ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഭാഗത്താണ്. ആദ്യം ഫോക്കസ് ചെയ്യേണ്ട ഭാഗം ഏതെന്ന് മനസ്സിലായോ? ഈ ഭാഗത്ത് 78 മാർക്ക്. ഇതൊരു അറിവാണ്. ഈ പറഞ്ഞ കാര്യം ഒരു അറിവാണ്. ഇതിനനുസരിച്ച് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഈ പരീക്ഷ ജയിക്കാൻ ഒരു ഉദ്യോഗാർത്ഥി ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. ഞാൻ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഭാഗത്തായിരിക്കും. ഇവിടെ എനിക്ക് ഒരു 50 മാർക്കെങ്കിലും കിട്ടുമോ എന്ന് ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. 50 മാർക്ക് കിട്ടത്തക്ക വിധത്തിൽ ഈ ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അറിവിനെ വിപുലപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ ഈ പരീക്ഷയും കൊണ്ടേ ഞാൻ വരത്തുള്ളൂ. ഈ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേര് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. കണ്ടോ? ശരി, ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യത്തിലോട്ട് വന്നാലോ? ബാക്കിയുള്ള കാര്യത്തിലോട്ട് വരുമ്പോൾ ഇനി നിങ്ങൾ അഥവാ സമയം കിട്ടുകയാണെങ്കിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഇന്ത്യൻ എക്കണോമിക്സ് പഠിക്കാനാണ്. അതും വർത്താണ്. കാരണം അവിടെ ഈ പറഞ്ഞ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം, അല്ലാതെ ആസൂത്രണം, പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ്, പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ പോലുള്ളതാണ് ആ ഭാഗത്തുള്ള ടോപ്പിക്ക്. അതുപോലെ ഇന്ത്യയിലെ കാർഷിക വിളകൾ, ഹരിത വിപ്ലവം ഒക്കെ ആ ഭാഗത്ത് പഠിക്കാനുണ്ട്. ചെറിയ ടോപ്പിക്കുകളാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ആ ഭാഗത്ത് 5 മാർക്ക് നേടാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ 78 5 എത്രയായി? 83 മാർക്കായി. 83 മാർക്ക്. ആർട്സ്, ലിറ്ററേച്ചർ, സ്പോർട്സ്, ഇവിടെ ഈ പറഞ്ഞ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്. 4 മാർക്കാണ്. പക്ഷെ പഠിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. പഠിച്ചു വച്ചാൽ അതിൽ നിന്ന് വല്ലതും കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പ് പറയാനായിട്ട് പറ്റത്തില്ല. ഈ പരീക്ഷയ്ക്ക് ഞാൻ ഉറപ്പായിട്ടും എന്ത് പഠിക്കത്തില്ല? ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ പഠിക്കത്തില്ല. ആ 4 മാർക്ക് വേണ്ടെന്ന് വെക്കും. ബാക്കി 96 മാർക്കുണ്ടല്ലോ. ബാക്കി എത്ര മാർക്കുണ്ട്? 96 മാർക്കുണ്ടല്ലോ. ആ 4 മാർക്ക് പഠിക്കണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ തന്നെ എൻ്റെ തലയിലെ ഭാരം എന്ത് ചെയ്യും? കുറയാനായിട്ട് തുടങ്ങും. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് ഹിസ്റ്ററി നോക്ക്. അതിനകത്ത് 5 മാർക്കേ ഉള്ളൂ. ജോഗ്രഫി അതിനകത്ത് 5 മാർക്കേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് കേരളം ഭരണരംഗം 3 മാർക്കേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 2 കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാം. ഇത് സ്കിപ്പ് ചെയ്യാം, അതുപോലെ കേരളം ഭരണരംഗം എന്ന് പറയുന്ന ഭാഗം സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് 7 മാർക്ക് നഷ്ടപ്പെടത്തുള്ളൂ. അത് പഠിച്ചില്ലെങ്കിൽ 7 മാർക്ക് നഷ്ടപ്പെടത്തുള്ളൂ. ഇനി പഠിച്ചാൽ തന്നെ ആ ഭാഗത്തുള്ള 7 മാർക്ക് കിട്ടുമെന്ന് ഉറപ്പുമില്ല. അപ്പോൾ 93 മാർക്കിന് പഠിക്ക്. 93 മാർക്കിന് പഠിക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരാൾ പഠിക്കണ്ട എന്ന് പറയുന്നു അല്ലേ? ഒരു പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് ആയിരിക്കും അങ്ങനെ കേൾക്കുന്നത്. എല്ലാവരും എല്ലാം പഠിക്കാനാണ് പറയുന്നത്. പൊട്ടത്തരമാണ്. കാരണം ഈ പറഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് ഒക്കെ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. 10, 45, 50 മാർക്കൊക്കെയാണ് ഈ പരീക്ഷയുടെ കട്ട് ഓഫ് വരുന്നത്. ആ പറഞ്ഞ പരീക്ഷ ജയിക്കാൻ നമ്മൾ 100 മാർക്കിലും ഫോക്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പഠിച്ച് 3-4 മാസത്തിനകത്ത് പഠിച്ച ആ കാര്യങ്ങൾ എഴുതി ജയിക്കണമെങ്കിൽ ശരിയായിട്ടുള്ള പ്ലാനിങ് മാത്രം മതി. ആ പ്ലാനിങ്ങിന്റെ ഭാഗമാണ് ഞാൻ പറയുന്നത്. ഈ സാധനം നിങ്ങൾ വിട്, ഈ സാധനം നിങ്ങൾ വിട്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഗുണമൊന്നും മറ്റു പരീക്ഷകൾക്ക് വരുന്നതുമില്ല. എന്തായാലും ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ, സ്പോർട്സ് എന്ന് പറയുന്നത് ഒരാൾക്കും ഉറപ്പോടുകൂടി ആ 4 മാർക്കും കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ത്യൻ എക്കണോമിക്സിന്റെ ഭാഗത്തെ 5 മാർക്ക്, കോൺസ്റ്റിറ്റ്യൂഷനിലെ 8 മാർക്ക്, കണക്കിലെ 10 മാർക്ക്, ഇതൊക്കെ മലയാളത്തിലെ ഈ പറഞ്ഞ 10-ൽ 8 മാർക്ക്, ഇതൊക്കെ 100% പഠിച്ചാൽ കിട്ടുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കാതെ നിങ്ങൾ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കിടന്ന് കുടുങ്ങിപ്പോയാൽ ഇത് സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സമയം അത്രയും കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടത് ഈ ഭാഗത്താണ്, ഈ 78 മാർക്കിന്റെ ഭാഗത്താണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 2 മാസം കൊണ്ട് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ എന്തുണ്ട്? സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ആ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഭാഗത്ത് വരാം. സ്പെഷ്യൽ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് പഠിക്കാനായിട്ടുള്ളത്? വളരെ ലളിതമാണ്. അവിടെ പഠിക്കാനുള്ളത് കേരള ജയിൽ വകുപ്പ്, ഘടനയും പ്രവർത്തനവും. പഠിച്ചാൽ കിട്ടുന്നത് 5 മാർക്കാണ്.
ഘടനയും പ്രവർത്തനവും പഠിച്ചാൽ കിട്ടുന്ന 5 മാർക്കാണ്. രാവിലെ ഈ പറഞ്ഞ ഒരു 10 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് പഠിച്ചു തീർക്കാവുന്ന കാര്യമാണ് കേരള ജയിൽ വകുപ്പ് ഘടനയും പ്രവർത്തനവും. ഇനി അത് കഴിഞ്ഞിട്ട് മനുഷ്യാവകാശ നിയമം അല്ലെ, എല്ലാ പരീക്ഷയ്ക്കുള്ള ഒരു സാധനമാണ് മനുഷ്യാവകാശ നിയമം എന്ന് പറയുന്ന ആ നിയമം. നേരെ ചൊവ്വേ ഒന്ന് നോക്കി വെച്ചാൽ 5 മാർക്കാണ്. ഇന്ത്യൻ ഹിസ്റ്ററി ഒന്ന് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് 5 മാർക്കേ കിട്ടുള്ളൂ. മനുഷ്യാവകാശ നിയമം, വിവരാവകാശ നിയമം, ഈ 2 നിയമങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടും. ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാൻ നിങ്ങൾക്ക് 1 മാസം വേണ്ടി വരും. ഈ 2 നിയമങ്ങൾ പഠിക്കാൻ 1 ദിവസം മതിയാവും. ഈ 2 നിയമങ്ങൾ പഠിക്കാൻ 1 ദിവസം. അപ്പോൾ 1 മാസം കൊണ്ട് നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്നു. അവിടെ 5 ചോദ്യങ്ങൾ ചോദിക്കും. 5 ചോദ്യത്തിൽ നിങ്ങൾക്ക് 3 എണ്ണം ശരിയാക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ അവിടെ 3 മാർക്ക് കിട്ടും. 1 മാസം കൊണ്ട് നിങ്ങൾ നേടിയത് 3 മാർക്കാണ്. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ഈ ഭാഗത്ത് ഈ പറഞ്ഞ 10 മാർക്ക് നേടും. ഈ നിയമം പഠിച്ചാൽ അതിനകത്ത് പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല, മൊത്തം മാർക്കും കിട്ടും. നോക്ക്, അപ്പോൾ ഒരു 3 ദിവസം കൊണ്ട് കിട്ടുന്ന മാർക്കാണ്, 2 ദിവസം കൊണ്ട് കിട്ടുന്ന മാർക്കാണ് എത്ര? 15 മാർക്ക് കിട്ടും. അടുത്ത നോക്ക്, മനഃശാസ്ത്രം. അത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ഭാഗമാണ്. പക്ഷേ മനഃശാസ്ത്രം അവിടെ പഠിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്തിനകത്ത് കൃത്യം പറഞ്ഞു തരാൻ പറ്റും. എനിക്കത് വൃത്തിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും, 100% ഉറപ്പുണ്ട്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ 5 ചോദ്യങ്ങളാണ് ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞു തരാൻ പറ്റും. ഒറ്റ ദിവസം കൊണ്ട് മനഃശാസ്ത്രം നിങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റും. ഈ പരീക്ഷയ്ക്കുള്ള മനഃശാസ്ത്രമാണ്, അല്ലാതെ മനഃശാസ്ത്രം എന്നല്ല. ഈ പരീക്ഷയുടെ മനഃശാസ്ത്രം എന്ന് പറയുന്ന ഭാഗത്ത് മനുഷ്യന്റെ സ്വഭാവം, മനുഷ്യന്റെ ആക്രമണോത്സുകത, മനുഷ്യന്റെ ഈ പറഞ്ഞ അഭിരുചി പോലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ പറഞ്ഞ 5 ടോപ്പിക്, മനഃശാസ്ത്രത്തിനകത്ത് ഒരു 5 ടോപ്പിക് ഉണ്ട്. ആ ഭാഗത്തുനിന്ന് ഓരോ ചോദ്യങ്ങൾ വീതം ചോദിക്കും. ആ ഒരു ചോദ്യം ഏതാണെന്ന് പിക്ക് ചെയ്ത് നിങ്ങളുടെ മുമ്പിലോട്ട് തരാൻ എന്നെ കൊണ്ട് പറ്റും. അപ്പോൾ അവിടെ 20 മാർക്ക്. പിന്നെ ഉള്ളത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര മാർക്കാണ്? 8 മാർക്കാണ്. അപ്പൊ അതാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്കും കോൺസ്റ്റിറ്റ്യൂഷന്റെ മെച്ചം. ഇവിടെ വേറൊരു കാര്യം കൂടി പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ 28 മാർക്ക്, അതായത് 28 മാർക്ക് എന്ന് പറയുമ്പോൾ ഈ പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിലെ 20 മാർക്ക്, ഞാൻ 20 മാർക്കും നിങ്ങൾക്ക് ഉറപ്പ് തരാം. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനിലെ 8 മാർക്ക്, ഞാൻ ആ 8 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാം. അതായത് 28 മാർക്ക്. കറണ്ട് അഫയേഴ്സ് ഭാഗത്തും എനിക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് പറ്റും. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എങ്കിൽ അത് ബോധ്യപ്പെടുകയും ചെയ്യും. ആ 28 മാർക്ക് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ഞാൻ തുടങ്ങുന്നുണ്ട്. ഓൺലൈൻ ലൈവ് ക്ലാസ് ആണ്. ഓൺലൈനിൽ ലൈവ് ക്ലാസ് ആണ്. 1-2 ദിവസം, ആഴ്ചയിൽ 1-2 ദിവസം നിങ്ങളൊന്ന് വന്നിരിക്കാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങളെ ഈ പറഞ്ഞ ഈ 28 മാർക്കിലോട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം കിട്ടും. ഈ ഒരു പരീക്ഷ എഴുതി ജയിക്കുന്നതോടുകൂടി മറ്റു പരീക്ഷകളിലോട്ട് കൂടി നിങ്ങൾ വളരും. അപ്പോൾ ഈ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കും കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉടനെ വരുന്നുണ്ട്. അതുപോലെ ചില പരീക്ഷകളൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഗുണപ്പെടാൻ വേണ്ടിയിട്ടാണ് ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായാലും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് 8 മാർക്കിനുണ്ട്. അതുപോലെ തന്നെ കമ്പനി ബോർഡ്, കോർപ്പറേഷൻ പോലുള്ള പരീക്ഷകൾക്കൊക്കെ ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതാണ്. അപ്പോൾ ആ 8 മാർക്കിൻ്റെ ഭാഗം ആദ്യം പഠിപ്പിക്കും. നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് 20 മാർക്കിൻ്റെ ടോപ്പിക്കും പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ നിങ്ങൾക്ക് നന്നായിട്ട് കറണ്ട് അഫയേഴ്സും പറഞ്ഞു തരണമെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഒരു 38 മാർക്കിൻ്റെ ഭാഗം എനിക്ക് ഒറ്റയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് മതി നിങ്ങൾക്ക് പരീക്ഷ ജയിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ്സിനകത്തോട്ട് അല്ലെങ്കിൽ ഭാവിയിലോട്ട് ആണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കണം. ഈ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ക്ലാസ് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരും. 1 മണിക്കൂറേ ക്ലാസ് ഉണ്ടാവുള്ളൂ. വലിയ ബുദ്ധിമുട്ടില്ല, 1 മണിക്കൂർ. ആഴ്ചയിൽ 1-2 ദിവസം മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് കൃത്യമായ ലക്ഷ്യത്തിലോട്ട് എത്താം. അപ്പം ഞാൻ വിളിക്കുന്നത് ഒരു ക്ലാസ്സിലോട്ടല്ല, ഒരു ഉദ്യോഗത്തിലോട്ടാണ്. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കരുത്. ഈ നമ്പറിലോട്ട് ഇപ്പോൾ തന്നെ വിളിക്കുക. 9400694472.
വലിയ ഫീസ് നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട, വളരെ ചെറിയ ഫീസിൽ. ഇനി നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ പറ്റത്തില്ലെങ്കിൽ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞോ, നിങ്ങളെ ഞങ്ങൾ ക്ലാസ്സിനകത്ത് അഡ്മിറ്റ് ആക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ്സിനകത്ത് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നമ്പറിലോട്ട് വിളിക്കുക. എന്തായാലും ക്ലാസ്സിനകത്ത് ചേർന്നാലും ചേർന്നില്ലെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ പഠിക്കാവൂ. അവിടെയാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ഉള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗപ്രദമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചാനലിനെ നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് കൂടി എത്തിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.